തിരിച്ചു പിടിക്കും. ഒരുപാട് അനുകൂല ഘടകങ്ങളാണുള്ളത്. കുണ്ടറ മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം ആളുകളെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു ഹൃദയബന്ധം എനിക്കുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് തീയതി കൂടെ വന്നതോടുകൂടെ പ്രചരണത്തിൽ സജീവമാണ് എല്ലാ സ്ഥാനാർത്ഥികളും. കൊല്ലം കുണ്ടറയിലും ഇത്തവണ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട സീറ്റുകളിൽ ഒന്നായിരുന്നു കുണ്ടറ. പക്ഷേ അത് തിരികെ പിടിക്കുന്നതിന് വേണ്ടി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുമുന്നണി ഇത്തവണ ഇറക്കിയിട്ടുണ്ട്. യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ വളർന്നു വന്ന SL സജികുമാറാണ്. ഇങ്ങനെയുണ്ട്. അപ്പോൾ ആദ്യമേ ആശംസകൾ. ഒരു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട സീറ്റുകളിൽ ഒന്നായിരുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ? തിരിച്ചു പിടിക്കാൻ കഴിയുമോ? അതാണല്ലോ എല്ലാവരുടെയും ഒരു പ്രധാന ചോദ്യം. തീർച്ചയായും തിരിച്ചു പിടിക്കും. ഒരുപാട് അനുകൂല ഘടകങ്ങളാണുള്ളത്. ഒരു ദശകം പിന്നിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ നിരവധി പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അത്യസാധാരണമായ നിലയിൽ. അതിലുപരി ഏതാണ്ടൊരു 10-50 വർഷത്തിന് ശേഷമുള്ള ഒരു കേരളത്തെ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് പരിപാടികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. കരുതാത്ത ഒരു വിഭാഗവുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അടുത്ത തലമുറയിൽപ്പെട്ട യൂത്ത് അടക്കം വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് മുന്നണിയും ഗവൺമെൻറ്റിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണ തുടർച്ച സാധ്യമാണ്. കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, കുണ്ടറയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു പരാജയം അത് ചെറിയ പരാജയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കാരണം സഖാവ് MA ബേബിയും മേഴ്സിക്കുട്ടിയമ്മ സഖാവും എല്ലാം ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള നിരവധി പദ്ധതികളാണ്. LDF ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്നുകൊണ്ട് അതിൻ്റെ വമ്പൻ പദ്ധതികളാണ് കുണ്ടറയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതിനൊരു തുടർച്ച ഈ ഒരു 5 വർഷക്കാലം ഉണ്ടായില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ളതുമാണ്. ഒരു ചോദ്യം, കാര്യം സിറ്റിംഗ് സീറ്റുകളിൽ വികസന തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പറ്റും. കുണ്ടറയിൽ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു, ഇന്നിപ്പോൾ ഈ മാർക്കറ്റിൽ നിന്നാണ് തുടങ്ങുകയും ചെയ്തത്. എന്താണ് ആളുകളുടെ മുന്നിൽ വയ്ക്കുന്ന പ്രധാന വിഷയം? കുണ്ടറയിൽ നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വമ്പൻ പദ്ധതികൾ പലതും നടപ്പിലാക്കിയതാണ്. പക്ഷേ അതിനൊരു കുറവും വരുത്താതെ തുടങ്ങിവെച്ച പദ്ധതികളെല്ലാം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയത്തക്ക നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. പോരെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഗവൺമെൻറ് ഗുണങ്ങൾ കിട്ടുന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ തന്നെ ഞങ്ങൾ നിൽക്കുന്ന ഒരു വിപണി, കാർഷിക വിപണിയിലാണ്. ഇതൊക്കെ ഒരുപക്ഷെ തകർന്നു പോയതാണ്. അതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയത്തക്ക നിലയിൽ ഗവൺമെൻറ്റും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കുണ്ടറയിൽ തന്നെ ആശുപത്രി അടക്കം കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കുണ്ടറയിലെ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കി. അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടായി. അത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പുതിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് MLA മുൻകൈ എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ അങ്ങനെ ഒരു മുൻകൈ പ്രവർത്തനം ഉണ്ടായില്ല. അദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ മാത്രം അഭിരമിക്കുന്ന സാഹചര്യമാണ്. ഞാൻ അതിലേക്ക് പറഞ്ഞു പോകുന്നത് ശരിയല്ല എങ്കിലും ആ നിലയിലാണ് പുതിയ പദ്ധതികൾ. ഇപ്പം ടെക്നോ പാർക്ക്, ഒരു ഘട്ടത്തിൽ പോലും ടെക്നോ പാർക്കിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കത്തെഴുതി കൊടുക്കുകയോ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മേൽപ്പാലത്തെ സംബന്ധിച്ചിവിടെ വലിയ വാചകങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ മേൽപ്പാലം എന്നത് ഇപ്പോഴും പറയുന്നു അതിൻ്റെ എന്തൊക്കെയോ ആയി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അതൊരു ചർച്ചയാക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുവേണ്ടി ഒരു മുൻകൈ, ജനപ്രതിനിധിക്ക് ഒരു വലിയ മുൻകൈ ഉണ്ട് അക്കാര്യത്തിൽ. ഒരു ഗവൺമെൻറ് പൊതുവെ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു MLAക്ക് ഉള്ള മുൻകൈ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ആ മുൻകൈ ഉണ്ടായില്ല എന്നുള്ളതാണ് മേൽപ്പാലം അടക്കമുള്ള പ്രശ്നങ്ങൾ. ഇപ്പോഴും വലിയ ഗതാഗത കുരുക്കി കിടക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു കുറ്റം പറച്ചിലേക്ക് പോകുന്നില്ല, അങ്ങനെ ഒരു മുൻകൈ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആളുകളെ കുറച്ച് ദിവസമായി കാണുന്നുണ്ട്. ഈ SL സജികുമാറിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് അങ്ങനെ അതിനുശേഷം വലിയൊരു തെരഞ്ഞെടുപ്പാണ്. കേരളം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ്. കാര്യം പല കാരണങ്ങളുണ്ട്. ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ എങ്ങനെയുണ്ട് അവരുടെ ഒരു പ്രതികരണം? അതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 82-ൽ തുടങ്ങിയതാണ്. 82-ൽ അഞ്ചാനൂട് ഹൈസ്കൂളിലാണ് രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏതാണ്ട് 4.5 പതിറ്റാണ്ടിൻ്റെ അനുഭവമുണ്ട്. കുണ്ടറ മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം ആളുകളെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു ഹൃദയബന്ധം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നതാണ്. DYF യൂണിറ്റ് സെക്രട്ടറിയായി, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഏതാണ്ട് 4.5 പതിറ്റാണ്ടിൻ്റെ അനുഭവമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് കിടക്കുമെന്ന്. അത് ആ ബന്ധം. അതിലുപരി ഒരു ജനപ്രതിനിധിയാകാൻ അവസരം കിട്ടി 2005-10 ഈ പെരുന്നാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. വലിയ മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാര്യം ഒരുപക്ഷെ പെരുന്നാട് നമുക്ക് ആ നിലയിൽ ഒരുപാട് കല്ലുമാല സമരത്തിൻ്റെ അടക്കമുള്ള മുന്നേ നവോത്ഥാന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ശക്തമായി നിന്ന ഒരു നാടെന്നുള്ള നിലയിൽ ആ നാടിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ കാര്യം ഒരു ചെറിയൊരു അവസരം ലഭ്യമായപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ 50 പഞ്ചായത്തുകളിലൊന്നായി പഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞു. അതിനകത്ത് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, സംസ്ഥാനത്ത് അന്നത്തെ ഗവൺമെൻറ് ഈ കുട്ടികൾക്ക് വേണ്ടി ഉച്ചക്കഞ്ഞിക്ക് വരും ഉച്ചയൂണ് പദ്ധതി നടപ്പിലാക്കി. ആ ഉച്ചയൂണ് തുടങ്ങുന്നത് എൻ്റെ ഇവിടെ ഈ പെരുന്നാട് പഞ്ചായത്തിലെ വെൽഫെയർ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്. അവിടെയാണ് ഈ ഊണിൻ്റെ പദ്ധതി ആരംഭിക്കുന്നത്. നാട്ടുകാരെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് 2006 നവംബറിൽ ആ പദ്ധതി ആദ്യമായി തുടങ്ങുന്നത്. ജനങ്ങളുടെ സഹായത്തോടുകൂടിയിട്ടാണ് കഞ്ഞിക്ക് പകരം ഊണ് എന്നുള്ള പദ്ധതി കൺസെപ്റ്റ് വെച്ചത്. പക്ഷേ അത് കേരളത്തിലാകെ ഇന്ന് വ്യാപിപ്പിക്കുകയും ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. സ്വാതന്ത്ര്യപരിചരണ രംഗത്ത് വലിയ പദ്ധതികളാണ്, വലിയ കരുതലായി ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞു. അതും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പെരുന്നാടിൻ്റെ ഒരു പെരുമ
ഒരുപക്ഷേ രാജ്യാന്തരമാക്കാൻ കഴിയത്തെങ്കിൽ വലിയ സ്ഥാപനങ്ങളടക്കം അത് ദേവസ്വമൊക്കെ മന്ത്രിയായിരിക്കുന്ന ഒരു ഘട്ടത്തിലായതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിഗണനയും ആണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്തും ഈ പഞ്ചായത്തിൽ മാത്രം 5000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് കിട്ടിയെന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇവിടെ നിന്ന് ജയിക്കുന്നവർ പലരും മന്ത്രിസഭയിലേക്കൊക്കെ കടന്നുകൂടുന്ന ആളുകളാണ്. അങ്ങനെ ഒരു രസകരമായ കാര്യം കൂടെ കുണ്ടറയെ സംബന്ധിച്ചുണ്ട്. അല്ല, അതെല്ലാം നമുക്ക് അങ്ങനെ ഒരു പറയുന്നത് തന്നെ ശരിയല്ലല്ലോ. കാരണം അതെല്ലാം പിന്നെ അതിൻ്റെ രസകരമായ കാര്യമാണ്. സ്വാഭാവികമായിട്ട് അല്ലാതെയും വന്നിട്ടുണ്ട്. ഡോക്ടർ പി കെ സുമാറിൻ്റെ കാലഘട്ടം തൊട്ട് വന്നിട്ടുണ്ട്. ജയിച്ച ആളിന് അസംബ്ലിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ അതെല്ലാം മിക്സഡാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളതല്ല. അപ്പോൾ പ്രവർത്തകർ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇത്തവണ ഇടതുപക്ഷം കുണ്ടറ തിരിച്ചു പിടിക്കും? എന്താ തോന്നുന്നത്? പ്രചരണമെല്ലാം ശക്തമായി, പരമാവധി ആളുകളെ, കാര്യം ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് SL സജികുമാറും ഒപ്പം പാർട്ടി പ്രവർത്തകരും. ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇടതുപക്ഷം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.